അവിടെ കോഴിക്കോട് മറ്റേ വി വസീഫ് അടക്കമുള്ള നേതാക്കൾ PA മുഹമ്മദ് റിയാസിന്റെ വസതിക്കകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവിടെ സംഘർഷത്തിലേക്ക് എത്താൻ ഇടയുണ്ട്. അവിടെ കേന്ദ്രസേനയാണ്, കേരള പോലീസ് അല്ല കൂടുതലായി ഉള്ളത്. അപ്പോൾ അവിടെ കാര്യങ്ങളിൽ അങ്ങനെയാണെങ്കിൽ അത് കൈവിട്ടു പോകാൻ ഇടയുണ്ടോ എന്നൊരു സംശയം. കോഴിക്കോട് കോട്ടൂളിയിലാണ് മുഹമ്മദ് റിയാസിന്റെ വസതിക്കകത്തേക്ക് വി വസീഫ് അടക്കമുള്ള നേതാക്കൾ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്. പോലീസ് അവിടെ തടയുന്നുണ്ട്. അത് കേരള പോലീസ് തന്നെയാണ് എന്ന് തോന്നുന്നു. അതിനകത്ത് കേന്ദ്രസേന നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്തെ കടത്തിവിടില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അവിടെ റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ റെയ്ഡ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് അനുവദിച്ചു തരില്ല. അപ്പോൾ എന്തായാലും അതൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ അവിടെ പോകുമോ? ബലം പ്രയോഗിച്ച് ബാരിക്കേഡൊക്കെ മറികടക്കുന്ന മട്ടിൽ ബലം പ്രയോഗിച്ച് മുന്നോട്ടേക്ക് നീങ്ങാൻ DYFI CPM നേതാക്കൾ പ്രവർത്തകർ തയ്യാറാകുമോ എന്ന കാര്യം നമുക്കറിയില്ല. അവിടെ വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, കേൾക്കാമോ? അവിടെ ചെറിയ തോതിലുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പശ്ചാത്തലം ഉണ്ടോ? മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഇപ്പോഴത്തെ ബേപ്പൂർ MLA ആണ്. കോട്ടൂളിയിലെ വസതിക്ക് മുമ്പിലാണ് റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 12 ഇടങ്ങളിലെ റെയ്ഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം മുഹമ്മദ് റിയാസിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീട്ടിലുള്ള റെയ്ഡ്, പിതാവിന്റെ പേരിലുള്ള വീടാണ്. മുൻ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ നേരത്തെ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി ഒക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവിനെ അടക്കം തടങ്കൽ വെച്ചുകൊണ്ടുള്ള ഒരു റെയ്ഡ് എന്ന മട്ടിലാണ് അവിടുത്തെ CPM നേതാക്കളൊക്കെ പറഞ്ഞത്. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ്. ആ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിനകത്തേക്ക് തള്ളിക്കയറാൻ വി വസീഫ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം അവിടെയുണ്ട്. പോലീസുമായി സംസാരിക്കുകയാണ് വി വസീഫ് അടക്കമുള്ള. അങ്ങനെ തള്ളിക്കയറൽ ഉണ്ടാവില്ല, പക്ഷെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയണം എന്ന് പറയുകയാണ് എന്ന് വി വസീഫ് അടക്കമുള്ളവർ. വർഷ ഗിരീഷ് ആയിരുന്നു. വർഷ, വസീഫ് അടക്കം ആവശ്യപ്പെടുന്നത് വീടിനകത്തേക്ക് കയറണമെന്നാണോ? ഹാഷ്മി, അതെ, 6 മണിക്കൂറായി ഇപ്പോൾ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇതിനിടെ പല CPM നേതാക്കളും വീടിന് മുൻപിൽ എത്തിയിരുന്നു. തുടർന്ന് ഇവരെല്ലാം മടങ്ങുകയായിരുന്നു. ശേഷം കോഴിക്കോട് മുതലക്കുളത്ത് വലിയ പ്രതിഷേധവും നടത്തി. അതിനുശേഷമാണ് CPMന്റെ വി വസീഫ്, അതേപോലെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വീടിന് മുൻപിലേക്ക് എത്തിയത്. എന്തായാലും ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് തങ്ങൾക്ക് അറിയണമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പോലീസ് അതിനെ അനുവദിച്ചില്ല. ശേഷമാണ് ഇവർ ഈ വീടിന് മുമ്പിൽ കുത്തിയിരുത്ത് പ്രതിഷേധം തുടങ്ങിയത്. എന്തായാലും ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു കള്ളക്കേസാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ റിയാസിനെ വേട്ടയാടുന്നത് എന്നുള്ള കാര്യമാണ് നേതാക്കൾ പ്രധാനമായും പറഞ്ഞത്. നമുക്ക് എന്തായാലും നേതാക്കളോട് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ആരോപണം? ഞങ്ങളുടെ ആരോപണം, മണിക്കൂറുകളായി ED ഇവിടെ നിൽക്കുന്നു. റിയാസിന്റെ പ്രായം ചെന്ന ബാപ്പയും ഉമ്മയുമാണുള്ളത്. പിന്നെ ചെറിയ കുട്ടികളാണ്. ഞങ്ങളിപ്പം വന്നിട്ട് ഒരാളെ, ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒരാളെ അവരുടെ ആരോഗ്യ വിവരം അന്വേഷിക്കാൻ അകത്ത് വിടാൻ ചോദിച്ച് അവരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. അത് തന്നെ ഞങ്ങളുടെ ആരോപണം. ഒരു വീട്ടില് നമ്മളതിന് വേറെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, ഉള്ളിൽ കയറണ്ട, അവരുടെ അന്വേഷണത്തിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല. പക്ഷെ ബാപ്പയുടെ അയാള് പേഷ്യന്റാണ്, അത് അന്വേഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ആ നടപടിയെ അംഗീകരിക്കുക. അതുകൊണ്ട് ഞങ്ങളിവിടെ കുത്തിയിരിപ്പ് നടത്തി സത്യാഗ്രഹം നടത്തുകയാണ് ശക്തമായി. ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമായ റെയ്ഡാണ്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായ റെയ്ഡാണ്. ആ റെയ്ഡ് ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല, റെയ്ഡ് നടത്തിക്കോട്ടെ. അത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യം ഞാൻ നേരത്തെ പത്രക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്, ഇനി ആവർത്തിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.